പ്രൊഡക്റ്റീവായിട്ട് മുന്നേറുന്നതിൻ്റെ ഇടയിൽ ഷെട്ടി കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മയ്ക്ക് ഭ്രാന്താന്ന് സ്വയം തന്നെ വിളിച്ചു പറയാറില്ല മക്കള്. 12ാമത്തെ രാത്രി അതെങ്ങനെയുണ്ടായിരുന്നു? അത് 13ന്റെ ഒരു തലേദിവസമായിട്ട് വരും. ഇതിൽ കാണുന്നത് വേറൊരു ഷൈൻ തന്നെയാണ്, ഇന്റർവ്യൂവിൽ കാണുമ്പോൾ വേറൊരു ഷൈൻ. മൂവി ചെയ്യുമ്പോ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, എനിക്കെങ്ങനെ വിശ്വസിക്കാൻ? പുള്ളി എന്റെ ദൈവമൊന്നുമല്ല. പുള്ളി കിളി പോയിട്ട് പറയണെന്ന് പറയണോണ്ട് ഒരു വില കൊടുക്കാനുള്ള പലരും. പക്ഷെ മമ്മൂക്കായിട്ട് ഞാൻ ഒരു തരത്തിലും സ്വരച്ചേർച്ചയില്ലാത്തൊരു അലയപാട്ടൊന്നും പോണ്ട. ഇവിടെ നമ്മുടെ റീമയാണെങ്കിലും അല്ലെങ്കിൽ പാർവതിയാണോ, അവര് ശമ്പളം കിട്ടാതെ ആണുങ്ങൾ എത്ര പേരുണ്ട്. കിളി പോയവർക്കാണ് മനസ്സിലാവും, കിളി പോകാത്തവർ മനസ്സിലാവും. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. 13ാം രാത്രി. ഷൈനെ, 13ാം രാത്രിയാണ്. അതിന് മുമ്പുള്ള രാത്രികൾ എങ്ങനെയായിരുന്നു? 12ാമത്തെ രാത്രി. അതെങ്ങനെയുണ്ടായിരുന്നു? അത് 13ന്റെ ഒരു തലേദിവസമായിട്ട് വരും. എങ്ങനെ ഉണ്ടായിരുന്നു ആ രാത്രി? അത് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ഏത് രാത്രികളാണെങ്കിലും നമ്മൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. പിന്നെ ഇടയിൽ 1-2 ദിവസം നമ്മൾ ഉറങ്ങും. അത് ആ ഉറക്കം നല്ല ഡീപ്പ് ഉറക്കമായിരിക്കും. പിന്നീട് വീണ്ടും കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഉണർന്നിരിക്കും. അങ്ങനെയാണ് ഈ ഉണർന്നിരിക്കുന്ന രാത്രികളിലെ രാത്രിയാണ് ഈ 13ാം രാത്രി. അത് ആക്ച്വലി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ശിവരാത്രിയുമായി കണക്ട് ചെയ്ത് പറയാം. ശിവരാത്രിയായിട്ട് കണക്ട് ചെയ്ത് വിഷ്ണു പറയും. അതെങ്ങനെയാണ്? 13ാം രാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രി. അതിന്റെ പുലരുമല്ലോ, അത് 14ാം രാവ്. അപ്പൊ ഇതിന് ശിവരാത്രിയുടെ മറ്റൊരു പേരാണ് അത്രേ 13ാം രാത്രി എന്ന് പറയുന്നത്. ഈ സിനിമയിൽ എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് ഒരിടത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു 3 ട്രാക്കുകളാണ്. അപ്പൊ അതില് എൻ്റെ കഥാപാത്രവും മാളവിയുടെ കഥാപാത്രവും ഒക്കെ മറയൂരിന്ന് എറണാകുളത്തേക്ക് വരുന്നതാണ്. ഇടുക്കി ഭാഗം. അവിടുന്ന് വരണ വഴിന്ന് പുള്ളിക്കാരിയും കയറും, വണ്ടി കയറി. ഷൈൻ ചേട്ടനും എറണാകുളത്തേക്ക് വരുന്നതാണ്. ഞങ്ങളൊക്കെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഒരു ഡിസംബർ 31-ാം തീയതിയാണ്, ന്യൂ ഇയർ ഈവനിങ് രാത്രി ആണ് ഈ സംഭവം. അന്ന് ഇവരെല്ലാവരും ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ, എന്താണ് സംഭവിക്കുന്നതും ആരാണ് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതെന്നും സിനിമ കണ്ട് തീരുമാനിക്കണം, അല്ലേ? അങ്ങനെയല്ല ഷൈൻ, സിനിമ കണ്ടാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. സിനിമ കണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കണം. ഷൈൻ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഞാൻ ഇവരുടെ അത്ര ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഇവർക്ക് അത് ന്യൂ ഇയർ തലേന്നും ഒന്നും പ്രത്യേകതകളൊന്നുമില്ല. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ പോലെ കടന്നു പോകുന്ന ദിവസം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് ന്യൂ ഇയർ രാത്രി ആയതുകൊണ്ട് പലതും എനിക്ക് പ്ലാൻ ചെയ്യാം, അതിനുള്ള അവസരങ്ങളുണ്ട്. മനസ്സിലായി? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉപയോഗിക്കാമല്ലോ. ഞാൻ ഫ്ലേട്ടി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിൽ. അപ്പോൾ ഫ്ലേട്ടി ആയിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും ഫോണുകളിലൂടെയൊക്കെയാണല്ലോ പരിചയപ്പെടുന്നതും പിന്നെ അവർ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതും. അങ്ങനെ മീറ്റ് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്തുന്ന ഒരു ദിവസമാണ് ന്യൂ ഇയർ രാത്രി. അന്ന് നമ്മൾ അതുവരെ ഫോണിൽ സംസാരിച്ച ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഈ ക്യാരക്ടർ കൊച്ചിയിലേക്ക്. അത്തരം ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഈ പറഞ്ഞു വെച്ച ഒരു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കഥകളുണ്ടാവും. ജീവിതത്തിൽ കഥകളല്ല, അങ്ങനെ സിറ്റുവേഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലേ? അത് പരാജയപ്പെട്ടിട്ടുണ്ടോ? പരാജയപ്പെടാറുണ്ട്, ഇടയ്ക്ക് പരാജയപ്പെടാറുണ്ട്. ഇടയ്ക്ക് വിജയകരം എന്ന് പറയാനും അങ്ങനെ പറയാൻ പറ്റില്ല. അതിനൊരിക്കലും പരാജയപ്പെടുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ചിലപ്പോൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അതൊന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. പരാജയപ്പെടുമ്പോഴായിരിക്കും അതെങ്ങനെ അതിന് പെർഫെക്റ്റ് ആക്കാം, എങ്ങനെ പോയാൽ അത് നന്നാക്കാം എന്നുള്ളത്. വിജയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അതിലിനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യും. ഈ ഇതിലെ പരാജയമാണോ വിജയമാണെന്ന് സിനിമ കണ്ട് നമുക്ക് തീരുമാനം. ഏത് പെൺകുട്ടിയോടാണ് പരാജയമാണോ, ഇത് പരാജയമാണോ വിജയമാണോ എന്നുള്ളത് നമ്മൾ അവസാനമാകുമ്പോഴും മനസ്സിലാവും ഇതെന്താണ് പരിപാടി എന്നുള്ളത്. ആക്ച്വലി ഇത് ഒരു ഘട്ടത്തിൽ പരാജയമാവുകയും പിന്നീട് വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും. സിനിമ ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിച്ച കാര്യം നടക്കുന്നുണ്ടോ നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് പ്രധാനം അല്ലേ? മാളവിക പറഞ്ഞ പോലെ ഇടുക്കിയിൽ നിന്നാണ് കൊച്ചിയിലേക്ക് വരുന്നത് അല്ലേ? ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. അല്ല, ഞങ്ങള് വീട്ടിൽ നിന്ന് സാധാരണ ജോലിക്കായിട്ട് കൊച്ചിയിൽ വന്ന് പണിയെടുത്ത് ജീവിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ്. ഒരു സെയിൽസ് വുമൺ ആണ്.
അപ്പോൾ ആ കുട്ടി ആ യാത്രയിൽ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരുന്ന യാത്രയിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പല സിറ്റുവേഷൻസ് ആണ്. ചിലർ ഹെൽപ്പ് ആവുന്നുണ്ട്, അല്ലാതെ ആവുന്നുണ്ട്. ഒരു സാധാരണ ഒരു ഓർഡിനറി ഗേൾ, ആർക്കു വേണമെങ്കിലും നടക്കാവുന്നൊരു ക്യാരക്ടറാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ക്യാരക്ടറിന് പേരും ഇല്ല ഇതിൽ, ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഇല്ല. അപ്പം അത് പലരെയും, അതായത് ഉള്ള ഓൾമോസ്റ്റ് ലേഡീസിനെ, നമ്മൾ ഏതൊരു ലേഡിക്കും നടക്കാവുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അവരൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. ഈ ഒരു സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് കേട്ട് കഴിയുമ്പോൾ, ഇപ്പോൾ മാളവിക പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ പേരില്ലാത്തൊരു കഥാപാത്രം, അല്ലേ, പേരില്ലാത്തൊരു കഥാപാത്രം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച എന്താണ്? ഈ സബ്ജക്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്താൽ അത് കൊള്ളാം എന്ന് തോന്നാനുള്ള ഒരു സബ്ജക്റ്റ് എന്തായിരിക്കും അതിനകത്ത്? എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി ഈ ക്യാരക്ടറിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടി കടന്നു പോകുന്ന സന്ദർഭങ്ങളാണ്. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഡെയിലി കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് കേൾക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ പാരലായിട്ട് വേറെ 2 സ്റ്റോറീസും പോകുന്നുണ്ട്, അതും അതുപോലെയൊക്കെ തന്നെയാണ്. എനിക്കിത്, എൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയത് അവിടെ തന്നെയാണ്. ഒരു ആ കുട്ടിക്ക് പിന്നെ ഉണ്ടാവുന്ന ചേഞ്ച് ഓവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊരു ചൂസ് ചെയ്തത്. ഇതിനകത്ത് എത്തിപ്പെടുന്നല്ലേ. വിഷ്ണു കഥാപാത്രങ്ങൾ പലതും ചെയ്തു വെക്കുന്നുണ്ട്, പല കഥാപാത്രങ്ങളും ചെയ്യുന്നു, വിജയപരാജയങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങി, അതും നമ്മളെല്ലാവരും കണ്ടാണ്. പല വ്യത്യസ്തമായ കഥാപാത്രം വിഷ്ണു ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ ഒരു സിനിമ റിലീസ് കഴിഞ്ഞുള്ളൂ. ഈ ഷൈനുമായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ എങ്ങനെയാണ് ആ ഒരു യാത്ര? എങ്ങനെയാണ് ഷൈൻചാനായിട്ട്? അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഷൈൻചാൻ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണല്ലോ. ഇന്നലെ പുള്ളിയുടെ മിനിങ്ങാന്ന് ഒരു ദേവറ എന്ന് പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ഫിലിം റിലീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ ഷൈൻചാനെ അറിയാം. പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ ചെറിയൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. വന്നു തുടങ്ങി രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ, ആനവാല് വെച്ചിട്ട് വരണ ഒരു സീനില് കൗണ്ടർ അടിച്ചൊക്കെ കുറച്ച് പാടാ. അവര് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ കൗണ്ടർ അടിക്കണേ, ടൈമിങ് കറക്റ്റ് ആയിട്ട് അടിക്കണം. അപ്പൊ ഇപ്പൊ തൊട്ടുമുമ്പ് ഞങ്ങൾ ചെയ്തത് താനാരാന്ന് പറഞ്ഞ ഫിലിമിലാണ്. അതിൽ ഇത്തിരി ലൗഡായിട്ട് ഇച്ചിരി ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണ് എൻ്റെയും അതെ ഷൈൻചാൻ്റെ അതെ. അപ്പൊ അതിൽ കണ്ട ഷൈൻചാട്ടനെ അല്ല ഞാൻ പിന്നെ സോഹൻ ചാൻ്റെ പടത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഡാൻസ് പാർട്ടി. അപ്പൊ അതില് ക്യാരക്ടറിന്റെ ഒരു ഫീച്ചേഴ്സ് ആണെങ്കിലും പുള്ളിയുടെ ബിഹേവിയർ ആണെങ്കിലും വേറെയാണ്. അപ്പോൾ അവിടെ കാണുന്ന ഷൈൻചാട്ടനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല, പക്ഷെ ഞാൻ ഈ സിനിമയുടെ കുറച്ച് ഭാഗം കാണുമ്പോൾ ഇതിൽ കാണുന്നത് വേറൊരു ഷൈൻചാട്ടനെയാണ്, ഇന്റർവ്യൂവിൽ കാണുമ്പോൾ വേറൊരു ഷൈൻചാട്ടൻ. അതെ. അല്ല, കഥയിൽ നമുക്ക് ട്രെയിലറൊക്കെ ഉണ്ട്, കഥയിൽ ഷൈനുമായിട്ടുള്ള രീതിക്കാണ് കഥ പോകുന്നത്. നമ്മൾ കണ്ടുകഴിയുമ്പോൾ വിഷ്ണു പറയുന്ന ഡയലോഗ് വെച്ചുമ്പോൾ ഷൈൻ കൂടെ നിങ്ങൾ കോമ്പിനേഷൻ ഉള്ളത് പോലെയാണ് അതിനകത്തേക്ക് കഥയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് അങ്ങനെയാണ് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. ട്രെയിലറിൽ അങ്ങനെ ഒരു ഫീല് തോന്നുന്നതാണ്. ശരിക്കും ഞങ്ങൾ വേറെ ഡിഫറെൻറ്റ് ട്രാക്കുകളാണ്, പക്ഷെ എല്ലാവരും വരുന്നത് ലാസ്റ്റ് ഒരു കോമൺ ഇതിലേക്ക് എത്തും. അതാണ് സിനിമ. നേരത്തെ പറഞ്ഞിട്ട് ഷൈനിന്റെ കൂടെ ആദ്യം അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന കാലത്ത് വന്ന് അഭിനയിച്ചു എന്നല്ലോ. ആ ഷൈനിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അസിസ്റ്റന്റ് ആയിരുന്നു അല്ലെ. ഒത്തിരി മാറ്റങ്ങളാണ് ഷൈനെ കാണുന്നത്. അന്ന് നമ്മൾ നടനാവുമെന്ന് വിചാരിച്ച ഒരാളല്ല അല്ലെ. ഈ ഷൈനിന്റെ ഒരു അഭിനയ പാഠം വിഷ്ണുവിന് എങ്ങനെയാ തോന്നിയേക്കണം? അല്ല, അന്ന് എനിക്ക് ഷൈൻചാട്ട ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്കാണ് ഓർമ്മ. നടന്മാരെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നടന്മാർക്ക് എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ഓർമ്മയുണ്ടാവില്ല. കാരണം ലൊക്കേഷനിൽ ഒരുപാട് പേരുണ്ടാവും. ലൊക്കേഷനിൽ എത്ര പേരുണ്ടായിരുന്നു അറിയട്ടെ. ഞാൻ അതിലായ ഒരു ദിവസം അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് അയ്യോ മമ്മൂക്ക, നയൻതാര, കമൽ സാറ്, ഇവരൊക്കെ, സലീമേട്ടൻ, ഇവരൊക്കെ മാത്രമേ നമ്മുടെ മനസ്സിൽ അങ്ങനെ രജിസ്റ്റർ ആവുള്ളൂ. പിന്നീട് ഷൈൻചാട്ടൻ ഹീറോ ആയിട്ടൊക്കെ സിനിമയൊക്കെ വന്നതിന് ശേഷം ഒരിക്കൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഷൈൻചാട്ടനെ കണ്ട് ചിരിച്ചപ്പോഴേക്കാണ് പുള്ളി എന്നോട് പറയണത്, എടോ എനിക്ക് തന്നെ പണ്ടറിയാം, ഞാൻ പണ്ട് അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമായി പുള്ളി ഇങ്ങോട്ടത് പറഞ്ഞപ്പോൾ. ഈ സബ്ജക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു രാത്രി എന്ന് പറയുന്നുള്ളൂ, ഒരു രാത്രിയാണ് ഇത്, പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഈ കഥ പോകുന്നത്. ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത്, ഷൈനെ സംബന്ധിച്ച് ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു രാത്രി പറയേണ്ട കഥ അല്ലേ, ഒരു രാത്രി പറയേണ്ട കഥ, ഇങ്ങനെ സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരു രാത്രി അല്ലെങ്കിൽ ഒരു യാത്ര പറയുന്ന കഥ,
ഒരു ദിവസം കൊണ്ട് തീരുന്ന കഥയായിട്ട് നമ്മൾ കുറേ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഷൈന ഏറ്റവും ആദ്യം തോന്നിയ എന്താണ്? ഈ ഒരു സബ്ജക്റ്റിലേക്ക് എങ്ങനെയായിരിക്കും ഈ സിനിമ എത്തിക്കുക എന്നൊരു ചിന്താഗതി ഉണ്ടാവുമല്ലോ, ഒരു ഡയറക്ടർ എങ്ങനെ എത്തിക്കുമെന്നൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ ഷൈന? ഇല്ല, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ ആ സീക്വൻസ് കുറച്ച് വലിയൊരു സീക്വൻസാണ്, ഞാൻ ചെന്നെത്തുന്ന ഒരു സീക്വൻസ്. അത് എങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കും എന്നുള്ളത് നമ്മുടെ ചിന്തപ്പാടുണ്ടായിരുന്നു. കാരണം അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സീക്വൻസും അധികം ക്യാരക്ടേഴ്സ് ഇല്ലാത്തതും എന്നാൽ അതില് പങ്കിളി ആവാവുന്ന ഒരുപാട് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ ത്രില്ലിങ് ആക്കുകയും വേണം. പിന്നെ നമ്മൾക്ക് അധികം ചെയ്ത് പരിചയമില്ലാത്തതാണെന്ന് പറയുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള സീക്വൻസുകളാണ്. അതായത് ഒരാണും പെണ്ണും തമ്മിലുള്ള സീക്വൻസുകൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി വേറെ ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ. പക്ഷെ അത് ഒരു പരിധി വരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ കുറച്ച് ചമ്മലും പരിപാടികളൊക്കെ വരും. ഫ്ലേറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ഓക്കെയാണ്. ഫ്ലേറ്റിൽ നിന്ന് കുറച്ച് ഇന്റൻസിലേക്ക് വരുമ്പോൾ അത് കുറച്ചൊരു ചമ്മലൊക്കെ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ആളുകളുടെ ഒരു കൂട്ടം കൂട്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നെങ്കിലും ചില സമയങ്ങളിൽ പരാജയപ്പെടാറുണ്ടല്ലോ. അതാണ് ചോദിച്ചത്. എപ്പോഴും നമുക്ക് അന്യനാവാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അന്യനാകാൻ എല്ലാവർക്കും ഒരു സമയത്തും പറ്റില്ല. അത് കറക്റ്റാണ്. എപ്പോഴും അന്യനാകാൻ പറ്റില്ല, ചില സമയങ്ങളിൽ അന്യനാകാൻ പറ്റും. മുടിയൊക്കെ അങ്ങനെ സ്റ്റൈലിൽ വന്നാൽ മാത്രമാണ്. വളരെ ഈ ഷൈനുമായിട്ടുള്ള ഈ ലൊക്കേഷനിൽ ഇപ്പോൾ ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ ഷൈൻ്റെ ഒരു സ്വഭാവം വേറെ രീതിക്കാണ്. ലൊക്കേഷനിൽ ക്യാമറയുടെ മുമ്പ് വരും വേറെ ആളാണ്, പിന്നെ ആരുള്ള സമയത്ത് വേറെ, ക്യാമറയ്ക്ക് ബാക്കിൽ വേറെ ഒരു രൂപമാണ്. ഷൈന എങ്ങനെയാണ് സൈഡിൽ വേറെ, എങ്ങനെയാണ് മാളവിയെ കാണുന്നത്? ഷൈൻ എന്നൊരു ആക്ടറെ എങ്ങനെയാണ് കാണുന്നത്? ഷൈൻ ചേട്ടനാണോ റിപ്ലൈ ചെയ്യുന്നതിന്? ഞാൻ പറഞ്ഞു അല്ലല്ലോ, അങ്ങനെ അല്ല. അത് ഷൈൻ ചേട്ടനും ആയതുകൊണ്ട് ആർക്കും വലിയ സീനില്ല. ഇല്ലേ? വേറെ ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഷൈൻ ചേട്ടൻ അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഷൈൻ ചേട്ടൻ്റെ കൂടെ ചെയ്തതിന് ശേഷം പലരും ചോദിച്ചിട്ടുണ്ട്, അറിയാൻ താല്പര്യമുള്ളവര് എങ്ങനെയാണ്. എല്ലാ ചേട്ടന്മാരാ അല്ലാത്തവരും അതെ, രണ്ടുപേരും പെൺകുട്ടികളും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഷൈൻ ചേട്ടൻ ഈ കാണുന്ന പോലൊക്കെയാണോ എന്നുള്ള. അതായത് ഈ ഇന്റർവ്യൂവിലും ചില ഓട്ടവും ചാട്ടമൊക്കെ കാണുമ്പോഴേ ആ മീഡിയാസിന്റെ, അപ്പൊ അവരിങ്ങനെ ചോദിക്കും ശരിക്കും പുള്ളി അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അപ്പൊ എടുത്ത് പറയും, അതായത് ഞാനൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ്, എനിക്ക് ചെലവൊക്കെ വേണം. എന്ത് ഞാനാന്ന് എനിക്ക് ഓ അത് ഞാൻ പറയാം. മാളവിയോട് ചോദിച്ച ആളുകൾ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ ഒന്നും വേണ്ട, അത് പുള്ളിക്ക് കൊടുത്താൽ മതി. എനിക്ക് നേരിട്ട് കാണിച്ചു ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് അതൊക്കെ പുള്ളിക്കാണ് ഇപ്പോഴും ഭാര്യയുള്ളത്. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അല്ല, ആള് ഇങ്ങനെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും വെച്ചാലും നമ്മൾ പറയും, അതായത് പറയുന്നതിൽ കാര്യമുണ്ട്. അത് തമാശ രീതിയിൽ പറയുന്നു പലതും, പക്ഷെ അത് നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിക്കുമ്പോ പറയുന്നത് കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ആരോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഏതോ ആക്ട്രസ് ആയിരുന്നു, അതെ ആക്ട്രസ് ആയിരുന്നു, ഷൈൻ ചേട്ടൻ ഉള്ള റൂമിൽ ആക്ച്വലി ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്താണ്. ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട്, അല്ലാതെ കാര്യത്തിന് അത് ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അറിയാലോ, നമ്മുടെ ഇന്റർവ്യൂലായിരുന്നല്ലോ. എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇന്റർവ്യൂലായിരുന്നു. അല്ല, അതിന്റെ സംഭവ വികാസം അല്ല, സംഭവങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. അല്ല, അതാണല്ലോ നമ്മുടെ പരിപാടി. എന്റെ പരിപാടി അതല്ല, നിങ്ങൾ ചെയ്യേണ്ടതാണത്. എന്നെ കുറിച്ച് പറഞ്ഞു. അല്ല, മാളവിക അതാണ് ഷൈൻ എന്നുള്ള ഒരു കഥാപാത്രം അറിയാവുന്നവർക്കറിയാം, ചേർന്ന് നിൽക്കുന്നവർക്കറിയാം. പുറത്ത് കാണുന്ന ഒരാളല്ല, നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഷൈനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഒത്തിരി ഉപദ്രവകാരിയും അല്ലെങ്കിൽ പേടിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത്, അതായത് മൂവി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെ അതന്നെ മൂവി ചെയ്യുമ്പോ
കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ കുറുക്കനാണോ? അല്ല, ഇതിലാണ് ആക്ച്വലി കണ്ടത് ഫസ്റ്റ് നമ്മള് മൂവി ചെയ്യാനായിട്ട്. പക്ഷെ പിന്നെ മനസ്സിലായപ്പോ പിന്നെ കുഴപ്പമില്ല, ആച്ചിൽ മൂഡ്. ഓർമ്മശക്തി ഉണ്ടല്ലേ? എനിക്ക് ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇത്ര ഓർമ്മശക്തി ഇല്ല കേട്ടോ. അല്ല, വിഷ്ണുവിന്റെ കാര്യത്തിലുണ്ട്. എടുത്തോ, വിഷ്ണുവിന്റെ കാര്യത്തിൽ ഉള്ളതുകൊണ്ടാണല്ലോ അന്ന് വിഷ്ണുവിന്റെ അടുത്ത്. അത് ആക്ടേഴ്സ് ആയതുകൊണ്ടാ. ആക്ടർ ഒരു ലൊക്കേഷനിൽ വന്ന് പോകുമ്പോ അസിസ്റ്റന്റ് ആക്ടേഴ്സ് ശ്രദ്ധിക്കും. പിന്നെ നന്നായി ചെയ്യുന്നവരും ആണെങ്കിൽ ഇവനൊന്നൊരു പേടിയില്ലാതെ സെലികുമാറിനൊക്കെ ഇട്ട് ഡയലോഗ് അടിക്കും, നമുക്ക് കയ്യിൽ പോകും. മനസ്സിലായ? പേടി പുറത്ത് കാണിക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക ട്രിക്കുമായിട്ട് അറിയാറ്. വളരെ ചെറിയ കുട്ടിയാണ് അന്ന്. ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഒരു ന്യൂ ഇയർ രാത്രിയാണല്ലോ ഷൂട്ട്. ഞാനിപ്പോൾ ട്രെയിലർ ന്യൂ ഇയറിൽ പല സംഭവങ്ങളും നടക്കുന്നത്. എനിക്ക് ആ രാത്രിയാണ് നമ്മൾ ഒരുപാട് ഉണർന്നിരിക്കാനുള്ള സാഹചര്യങ്ങളുള്ളത്. അത് ഈ ലൊക്കേഷനൊക്കെ ഫോർട്ട് കൊച്ചി തന്നെയായിരുന്നു. ഫോർട്ട് കൊച്ചി നമ്മൾ ഷൂട്ട് ചെയ്തത് ചെറായി ഭാഗത്തല്ലേ, റിസോർട്ടും കാര്യങ്ങളും. പക്ഷെ ഫോർട്ട് കൊച്ചി ആയിട്ട് ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരി ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ ഷൂട്ടിങ് നമ്മൾ എപ്പോഴും പറയുന്ന ആ ലൊക്കേഷനിൽ തന്നെ ആവണമെന്നില്ല കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യണം. നമുക്ക് അന്ന് ശരിക്കും ന്യൂ ഇയർ സമയത്ത് ആ ഭാഗത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ ന്യൂ ഇയർ സമയത്തല്ല നമ്മൾ ഷൂട്ട് ചെയ്തത് ആക്ച്വലി. പിന്നെ പല സ്ഥലങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ഷൂട്ടിങ്ങിന് കിട്ടുമില്ല. നമ്മൾ ഷൂട്ടിങ്ങിന് സൗകര്യമൊക്കെ ഉള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ആ വീടും സ്ഥലങ്ങളൊക്കെ മട്ടാഞ്ചേരിയിലാണ് ഷൂട്ട് ചെയ്തത്. മട്ടാഞ്ചേരിയിലാണ് ഷൂട്ട് ചെയ്തതിന്. ഈ ഷൈൻ നിരന്തരമായിട്ട് ഇപ്പം കുറേ സിനിമകളായി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നുള്ള. ഈ കഥാപാത്രങ്ങൾ ഒരു തൃപ്തി വന്ന കഥാപാത്രം ഏതെന്ന് വെച്ചാൽ ഷൈൻ ഏത് വരും? നമുക്ക് ചെയ്യുന്ന സമയത്ത് തൃപ്തി തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തൃപ്തിയില്ലായ്മ ഉണ്ടായി തുടങ്ങും. പിന്നെ പടം വർക്കാവുന്നതനുസരിച്ചും ആളുകൾ അത് സ്വീകരിക്കുന്നതനുസരിച്ചൊക്കെയാണ് ആ പൂർണ്ണത വരുന്നത്. അല്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ? അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ പെർഫോമൻസ് നല്ലതാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടും. അത് വർക്കായിട്ടില്ലെങ്കിൽ നമ്മളത് വർക്കായിട്ടില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഡിപ്രസ്ഡ് ആവില്ല. കാരണം അത് ആ സമയത്തല്ല വർക്കൗട്ട് ആവണ്ടേ എന്നുള്ളതായിരിക്കും മനസ്സിലായ. അത് അതിന് വേറൊരു സമയമായിരിക്കും ചിലപ്പോൾ. മമ്മൂട്ടിയുടെ കൂടെ ഇപ്പം അടുത്ത സിനിമയിലും മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിലൊക്കെ ഇപ്പം വരുന്നുണ്ട് ഷൈൻ. എല്ലാ സിനിമയിലും മമ്മൂക്കയുടെ കൂടെ അതെങ്ങനെയാണ് ഈ പറഞ്ഞില്ല ഇതേക്കുള്ള പരിപാടിയാണ്? അല്ല, അത് മമ്മൂക്കായിട്ട് എങ്ങനെയാണ് ഷൈൻ? മമ്മൂക്കയായിട്ടെന്ന് പറഞ്ഞാൽ മമ്മൂക്കയായിട്ട് ഞാൻ ഒരു തരത്തിലും സ്വരച്ചേർച്ചയില്ലാത്തൊരു നല്ലൊരു കാണിയായിരുന്നു ചെറുപ്പത്തിൽ. ലാലേട്ടന്റെ പടങ്ങളായിട്ടായിരുന്നു എനിക്ക് സ്വരച്ചേർച്ച കൂടുതൽ ഇഷ്ടമൊക്കെ. വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഏറ്റവും അധികം മമ്മൂക്കയുടെ കൂടെ രാപ്പകലാണ്. അപ്പോഴും നമുക്ക് മമ്മൂക്ക ഭയങ്കര ഒരു ആരോട് മിങ്കിൾ ചെയ്യാത്ത ഒരാള് എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ ഓരോ പടം കഴിയുന്തോറും അതൊക്കെ മാറി വരുന്നത്. സാധാരണ നമ്മൾ ആളുകൾ കൂടുതൽ പരിചയപ്പെടുമ്പോൾ അയാൾ ഡിസ്റ്റർബൻസും ബോറിംഗും ആയി വരികയല്ല ചെയ്യാൻ. പക്ഷെ മമ്മൂക്കയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ താല്പര്യമാവുകയാണ് ചെയ്യുന്നത് ഓരോ പടം കഴിയുമ്പോഴും. അത് ആക്ടറായി പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കൂടുതൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി മമ്മൂക്കാനായിട്ട് ഇടപഴകാനും. പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് നിന്നിട്ട് ഒരു പരിപാടി നടക്കില്ല, അല്ലെങ്കിൽ സംസാരിക്കാനോ ചിലവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് പറ്റിയിരുന്നില്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ഇടയിൽ രാപ്പകലിൽ തന്നെ നമുക്ക് ഓരോ നമ്പറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പറയും അതാണ് പറ്റിയ പണി എന്ന് പറയും. പുള്ളി കൗണ്ടർ നമുക്ക് കോമഡി അടിക്കുമ്പോഴേ നമുക്കറിയാം നമുക്ക് കോമഡി അടിക്കുമ്പോൾ അത് അത്ര കണ്ട് വർക്കാവില്ല ചില സമയങ്ങളിൽ. നമുക്ക് ആദ്യം ഭയങ്കര ഗൗരവത്തിലല്ലേ പറയണത്. അപ്പൊ നല്ല സീനാണ്. നമുക്ക് വരുമ്പോ ടെൻഷൻ, പേടി കാണിക്കല്, നമുക്ക് ഉള്ളപ്പോ ശബ്ദത, അങ്ങനെ ഭയങ്കര ബലമെടുത്തായിരുന്നു. പുറത്തുനിന്നുള്ളത് കൊണ്ട് കേൾവി അല്ലെങ്കിൽ സംസാരം കൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കായിട്ട് അധികം സംസാരിച്ചിട്ടേ ഇല്ല. റെഡി, ഷോർട്ട് റെഡി, നമുക്ക് അങ്ങനെ ഡ്രസ് മാറണം, അങ്ങനത്തെ പരിപാടികൾ മാത്രം സംസാരിക്കുള്ളൂ. ആക്ടർ ആയതിനു ശേഷമാണ് ഞാൻ സംസാരിച്ചത്. അത് ഭീഷ്മയിലൊക്കെ എത്തിയപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്. എന്നാലും ഓരോ ദിവസവും നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ആദ്യം സംസാരിച്ച് തുടങ്ങണം. പക്ഷെ മമ്മൂക്ക പലപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര ഈസി ആയിട്ടില്ലെങ്കിൽ ഭയങ്കര കൂളായിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവും നമുക്ക് ചീത്ത പറയുമ്പോൾ നമുക്ക് അത്ര വലിയ അങ്ങനെ കറുപ്പിച്ച് പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അത് ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ചിരിച്ചോണ്ടിരിക്കുമല്ലോ ഒരാൾ. അതിൽ കാര്യമില്ലല്ലോ. എല്ലാത്തരം ഇമോഷനും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരാൾ. എന്നാലും അയാൾ പിറ്റേ ദിവസം വന്ന് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ദേഷ്യപ്പെട്ടാലും.
മനസ്സിലായ? ഈ മമ്മൂക്കാടെ ലൊക്കേഷനിലും ഇപ്പൊ അതുകൊണ്ട് മമ്മൂക്ക കമ്പനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ട് ഒന്നോ കണ്ട് ഡേറ്റ് കൊടുത്തു. കാരണം നമുക്ക് മമ്മൂക്കാനെ കാണാൻ, മമ്മൂക്കാനായിട്ട് സംസാരിക്കാം. ഒരുപാടൊന്നും സംസാരിക്കില്ല, നമുക്ക് അത്രേ ഉള്ളൂ. ആവശ്യമുണ്ട് മാത്രം മമ്മൂക്കാനായിട്ട് സംസാരം നമ്മളുള്ളൂ. ആവശ്യമുള്ള സാഹചര്യം നമുക്ക് സംസാരിക്കേണ്ട സമയത്ത് മാത്രം. എല്ലാവരും നമ്മുടെ എല്ലാ വിളിപ്പും കേട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പോയി അവിടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലെ, ഈ മമ്മൂക്കയുടെ ലൊക്കേഷനിൽ പോകുമ്പോഴേ, ലൊക്കേഷനിൽ പോയി പറഞ്ഞാൽ ഇപ്പോൾ മറ്റു ലൊക്കേഷനിൽ ഷൈൻ ഒന്നും കൂടെ കുറേ കമ്പനികളൊക്കെ കാണും, അതിൻ്റെ രീതിക്കൊക്കെ അവിടെ ഇരിപ്പടം ഉണ്ടാവും, ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ മമ്മൂക്കയുടെ ലൊക്കേഷൻ പോകുമ്പോൾ ഒരു അച്ചടക്കമായിരിക്കുമോ, എങ്ങനെയായിരിക്കും? എല്ലാ ലൊക്കേഷനിലും അച്ചടക്കത്തോട് കൂടിയിട്ടാണ്, ആ ലൊക്കേഷന് വേണ്ട അച്ചടക്കവും കഥാപാത്രത്തിന് വേണ്ട അച്ചടക്കത്തോടും കൂടിയിട്ടാണ് ഇരിക്കാറ്. അച്ചടക്കം ഇല്ലാതിരിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിൽ മാത്രമാണ്. അത് എന്റെ ജോലിയല്ല, നിങ്ങളുടെ ജോലിയാണ്. ഇത് നമ്മുടെ ജോലി അല്ലാത്തതുകൊണ്ടാണ് അച്ചടക്കമില്ല. ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഇരിക്കുന്നത് ആർക്കും കണ്ട ഒരു കാര്യമില്ല. അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നത് കാണിക്കാനും എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങാനും കൊടുക്കുന്നതല്ല ഞാൻ ഈ ബൈക്സ്. ആളുകൾ എങ്ങനെയും നമ്മുടെ പടം വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷെ നിങ്ങൾ മാക്സിമം ആ പടം വരുന്നത് അറിയാതെ പടത്തിന്റെ പേര് പറയാതെ രക്ഷപ്പെടാറുണ്ട്. നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. ഇതിനു മുന്നേ വരുന്ന പല ബൈറ്റുകളിലും എന്തെങ്കിലും 2-3 ഡയലോഗ് മാത്രം കാണിക്കുള്ളൂ. അത് ഏത് പടത്തിന് വേണ്ടി പറഞ്ഞാന്ന് കൂടി കാണിക്കില്ല. അല്ല, ആ കാര്യങ്ങൾ എനിക്ക് വിഷ്ണുവിനും അറിയാം. ഈ കാര്യങ്ങൾ നമ്മൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ കൃത്യമായി ഈ കഴിഞ്ഞ ദിവസമുള്ള മീറ്റിംഗിൽ പറയും, നിങ്ങളൊരു 80% നിങ്ങൾ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കും ഒരു ഇന്റർവ്യൂ. അല്ല, സിനിമയുടെ കാര്യങ്ങൾ 80% സംസാരിക്കാനില്ല. ആക്ച്വലി കഥ പറയാൻ പറ്റില്ല. അതെ അതെ, അല്ലേ? ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണം. പക്ഷെ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യണ സമയത്ത് സിനിമയുടെ പേര് കൊടുക്കുക, ഹെഡ്ലൈൻസിലൊക്കെ ആ പേര്, സിനിമയുടെ പേര് ചേർക്കാന്നുള്ള ഒരു ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ടീസർ കാണിച്ചു തുടങ്ങിയിട്ട് അത് കാണിക്കാലോ. ടീസർ കാണിക്കാൻ മ്യൂസിക് ഇടാലോ. അത് കോപ്പിറൈറ്റ് അടിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ടീസർ അത് പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നല്ലേ, അതിന്റെ മ്യൂസിക് ഉപയോഗിക്കാലോ. കോപ്പിറൈറ്റ് പിടിക്കും, തീർച്ചയായിട്ടും പിടിക്കും. കോപ്പിറൈറ്റ് പിടിക്കും. ഇവര് വേറെ വിറ്റ് കഴിഞ്ഞല്ലോ ഓൾറെഡി. മ്യൂസിക് വെക്കും, കോപ്പിറൈറ്റ് പിടിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെറുതായി ടൈമിങ്ങിലൊക്കെ ഉപയോഗിക്കാം. അത് കോപ്പിറൈറ്റ് ഏത് സമയത്തും വരാം. അതിലല്ല കാരണം, അതവിടെ നിൽക്കണം. നമ്മൾ കൊടുക്കുന്ന തമ്പിലെങ്കിലും നമ്മൾ ഈ ഇന്നെടുക്കുന്ന ഇന്റർവ്യൂവിൽ എവിടെ എന്ത് കട്ടിട്ടാലും 13-ാം രാത്രി എന്നുള്ള ആ ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞതെന്ന് കാണിക്കാനുള്ള ബാധ്യത. ആ ബാധ്യത എല്ലാ ഓൺലൈൻകാർക്കും എല്ലാ സാറ്റലൈറ്റ് ചാനലുകാർക്കും ഉണ്ട് എന്ന കാര്യത്തിൽ ഇവര് അവിടെ പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ച ചോദ്യം കാണിക്കില്ല, നമ്മുടെ പ്രതികരണം മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് ഇയാൾ ഇങ്ങനെയാണ് ഫുൾ ടൈം പ്രതികരിക്കണേന്ന്. അവര് ചോദിച്ച ചോദ്യം കേട്ടാ ഇങ്ങനെയല്ല പ്രതികരിക്കണ്ടേന്ന് മനസ്സിലാവും. ചോദ്യം ഇവര് കേൾക്കുന്നില്ല. നമ്മളപ്പ നെല്ലിപ്പടിയിൽ ഇരുന്നിട്ട് കൊടുക്കണേന്നുള്ള മനസ്സിലാവും. അല്ല, അത് കൃത്യമായിട്ട് നമ്മളൊക്കെ എത്രയോ സിനിമകളിൽ ഇരുന്നിട്ടുണ്ട്. സിനിമകളിൽ വെടിക്കെട്ട് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ സിനിമയല്ല അവർ ചെയ്യുന്നത്. സിനിമയുടെ ഒരു പേര് പോലും പറയാതെ പല കട്ടിങ്ങുകൾ ഇട്ടിട്ട് എത്രയോ വിഷയങ്ങളുണ്ടായി നമുക്ക് എല്ലാവർക്കും. ഞാനും അതിനകത്ത് ഇടപെട്ട ഒരാളായിട്ട് പറയണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഞാനൊരു യൂട്യൂബർ എന്ന നിലയിലും ഞാനൊരു ജേർണലിസ്റ്റ് എന്ന നിലയിലും ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടാവും. ഇനി നിങ്ങളുടെ ബൈറ്റ് മാത്രം അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് ഈ സിനിമയ്ക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. പലപ്പോഴും കാണിക്കുന്നു ബൈറ്റ് മാത്രം. നിങ്ങൾ പക്ഷെ മുഴുവൻ കാണിക്കാറുണ്ട്. ഞാൻ സിനിമയുടെ ടാഗ് ലൈൻ കൊടുക്കാറ്. കുറച്ച് എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എന്റെ അന്നം ഇത് തന്നെയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കത് അന്നാവുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കേട്ടില്ല, അത് എനിക്ക് കേട്ടില്ല. അല്ലെങ്കിൽ കൃത്യമാണ്, അതെല്ലാവർക്കും ബാധകമാണ്. അത് കൃത്യമാണ് ഷൈൻ പറഞ്ഞത്. ഇതാണ് മാളവ്യ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഷൈൻ സംസാരിക്കുന്ന എല്ലാ കാര്യവും കൃത്യമായിരിക്കുന്നു മാളവ്യ പറഞ്ഞതിന്റെ ഏറ്റവും അർത്ഥം. ഏത് എങ്ങനെ തമാശ രീതിയിൽ പറയുന്നത്? അത് അവർക്ക് തോന്നുന്നു, പറയുന്ന സത്യങ്ങളാണ്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വലിയ തത്വചിന്തകന്മാര് പോലും പറഞ്ഞിട്ടില്ലാത്ത താത്വികമായ കാര്യങ്ങളാണ് ഷൈൻ ചേട്ടൻ പറഞ്ഞേക്കണ. എല്ലാ പോയിന്റുകളും വളരെ റെലവെന്റ് ആണ്. പക്ഷെ അത് പുള്ളി കിളി പോയിട്ട് പറയണെന്ന് പറയണോണ്ട് ഒരു വില കൊടുക്കാനുള്ള പലരും. പക്ഷെ പുള്ളി പറഞ്ഞ എല്ലാ പോയിന്റും കിടിലം പോയിന്റുകളാണ്. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈൻ്റെ ഇന്റർവ്യൂ എടുത്തേക്കണ എല്ലാം കൃത്യമായ, ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തർക്കം ഉണ്ടാകും പുള്ളിയെ ഇതിന്റെ ഡയറക്ടറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഈ സിനിമ. നേരത്തെ റിലീസിന് ഇറങ്ങേണ്ട സിനിമ എല്ലാം ഡേറ്റും ഫിക്സ് ചെയ്തു. അതിൻ്റെ ട്രെയിലറായിരുന്നു 31-ാം തീയതി ഒക്കെ പറയും. ഡയറക്ടർ മാത്രമല്ല കാശും ചെലവാക്കിയിട്ടുള്ളത് ഡയറക്ടർ വൈഫ് പ്രൊഡ്യൂസർ അല്ലെ, ഇവർ രണ്ടുപേരും ഒരു കൂട്ടുകെട്ടിലാണ് ഈ സിനിമ വരുന്നത്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള ഈ സിനിമയുടെ മേക്കിംഗ് എങ്ങനെയാണ് വിഷ്ണു കാണുന്നത്? മനീഷേന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടിച്ചല്ല, ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചു. അല്ല, അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെല്ലുന്നത് പോലും. പക്ഷെ വളരെ പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ പുള്ളി ഇത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ക്യാമറമാൻ ആണെങ്കിലും പുള്ളിയോട് ചോദിച്ചാൽ പുള്ളിയുടെ ക്രൂ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാം അല്ലേ. ഒരു ഡയറക്ടർക്കും അങ്ങനെ പറയാൻ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അയാൾ വിചാരിച്ച പോലെ കൊണ്ടുവരാൻ പറ്റിയെന്ന് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ശരിയാവില്ല. അതെല്ലാ കലാകാരന്മാർക്കും അവരുടെ സൃഷ്ടിയിലൊരു തൃപ്തി തോന്നൂല്ലോ. ഒരിക്കലും കുറച്ചുകൂടി ഇത് ശരിയാക്കാമായിരുന്നു, പോട്ടെ അടുത്തതിലാക്കാം എന്നാണ് എല്ലാ കലാകാരന്മാർക്കും തോന്നുള്ളൂ. കുറെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു. അതെ, അല്ല റിലീസ് ചെയ്യാനും പുള്ളി കിടന്ന് ബുദ്ധിമുട്ടുന്നില്ല. അവര് തന്നെ ഡിസ്ട്രിബ്യൂഷനാണ്. അതെ, അപ്പം അതിന്റെ ഒരു കഷ്ടപ്പാട് അവർക്കുണ്ട്. കഷ്ടപ്പാടല്ല, അത് ഭയങ്കര. അല്ല, ഇപ്പൊ വലിയ സ്കെയിലില് വലിയ കോസ്റ്റിൽ ചെയ്യണ സിനിമകൾ പോലും എങ്ങനെ തിയേറ്ററിൽ എത്തിക്കാൻ പെടുന്ന പാട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് തിയേറ്ററിൽ വന്നാൽ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് അത് സക്സസ് ആവുക എന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടവും കൂടിയാണല്ലോ. ആക്ച്വലി മീഡിയയിൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ആ പടം മാക്സിമം ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു സഹായമാണ് ചെയ്യേണ്ടത്. അതെ അതെ അതെ. പക്ഷെ അത് നടക്കാത്തടത്തോളം കാലം അവർക്ക് തന്നെയാണ് പിന്നെ അത് വിനയായിട്ട് വരിക. പടങ്ങൾ ഉണ്ടെങ്കിൽ അതുള്ളൂ. അല്ല, പക്ഷെ അതിന്റെ പൈസ വെച്ചുകൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങുന്ന പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ്. അതാണ് വരേണ്ടത്, വളരെ കുറവാണ് ഇപ്പൊ. പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഒന്നിന് പറയാൻ മറ്റൊരു സിനിമ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ അല്ലെ, അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. കാശുള്ള ആളുകൾ വരണം, അവര് ചെയ്യേണ്ടതാണ്. ബിസിനസ്സാണിത്, എല്ലാ പലിശക്ക് എടുത്ത് ചെയ്യേണ്ടതാണോ ഇത് ആക്ച്വലി? അല്ല, അങ്ങനെ വരുമ്പോ ഈ പ്രൊഡ്യൂസർമാരെ സഹായിക്കാൻ നിങ്ങളെ പോലെ താരങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങൾ പൈസ കുറച്ച് കൊടുക്കണം. നമ്മൾ പൈസ കൂട്ടിയിട്ട് വേണ്ട. കുറച്ചു കൊടുത്തില്ല. അല്ല, നിങ്ങളൊക്കെ കുറച്ച് കൊടുത്താൽ പ്രൊഡ്യൂസർമാർ സേഫ് ആവും. നമ്മൾ കൂട്ടുന്നേ ഇല്ല കാശ്. പ്രൊഡ്യൂസർമാരെ രക്ഷപ്പെടും. നമ്മുടെ കാശ് മാത്രമൊന്നുമല്ല. ഇപ്പൊ ഈ പ്രമോഷന് വേണ്ടിയിട്ട് മീഡിയാസിൽ ചിലവാവുന്ന പൈസയെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച നമുക്ക് നടത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മള് പൈസ വാങ്ങാറില്ല, നമ്മള് പൈസ വാങ്ങിയിട്ടില്ല ഒരിക്കലും. ഇവരെ കാശ് വാങ്ങുന്നില്ല. പക്ഷെ ഈ പ്രിന്റ് പിന്നെ ഫ്ലക്സും പരിപാടികളും ഓഡിയൻസും കാര്യങ്ങളും. അല്ല, ഇപ്പൊ ഒരു സിനിമ എടുത്താൽ എടുക്കുന്നതിൽ കൂടുതൽ പൈസയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി മുടക്കുന്നത്. അത്രയും കാശ് ചിലവാക്കിയാലേ എത്തുന്നുള്ളൂ. പണ്ടൊന്നും ആ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ. അതാണ് ഇപ്പൊ വിഷ്ണു പറഞ്ഞത് കറക്റ്റാണ്. അതിനു വേണ്ടി പൈസ മാറ്റി വെക്കണം, അവരും കുറയ്ക്കണം. ഓൺലൈൻ മാർക്കറ്റിംഗ് അതിനു വേണ്ടിട്ട് ഭയങ്കര പൈസ അല്ലേ ചിലവാകുന്നു. അതെ അതെ. ഈ പറഞ്ഞ പോലെ കാശല്ലേ. പിന്നെ വിമർശിക്കാനായിട്ട് മാത്രം വായ തുറക്കുന്ന ചില കോക്കുകളും ഉണ്ട്. അതെ അതെ, മനസ്സിലായ? അവർക്ക് വിമർശിക്കാനെങ്കിൽ ഈ പടം ഉപകരിക്കുന്നുണ്ടെന്ന് അവർ വിചാരിക്കുന്നില്ല. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പോലും അവർ ഉപകരിക്കുന്നുണ്ട് ഈ പടം, ഈ പ്രൊഡക്റ്റ്. അതെ അതെ. നമ്മുടെ തമ്പ്ലൈന് നമ്മുടെ കാർഡും വെച്ചിട്ട് കാണിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതം റവന്യൂ ഷെയർ ആ പ്രൊഡ്യൂസർ കൊടുത്താൽ ആ പ്രൊഡ്യൂസറിന് മെച്ചമുണ്ടാവും. അത്രയൊന്നും അവർക്ക് കിട്ടുന്നില്ല. കിട്ടുന്നവരുണ്ട്, അത്രയും വരുമാനം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് എത്ര കിട്ടുന്നുണ്ടാവും? നമ്മൾ കൊടുക്കാം, ഇതിൽ നിന്ന് കിട്ടുന്ന ഞാൻ കൊടുത്തേക്കാം, അതിലേക്കാ വന്നെങ്കിൽ ഞാൻ കൊടുത്തേക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല, അത്രയൊന്നും വരില്ല ഒരാൾക്ക് വരുമാനം. വരുമാനം വരുന്നവരുമുണ്ട്. എനിക്കറിയില്ല, ഇതൊന്നും ഒരു വീഡിയോ ഇടുന്ന ഇത്ര കാശ് കിട്ടും. പല ചാനലുകളിൽ ഇടുന്ന ഒരു ചാനൽ കിട്ടാതിരിക്കില്ല, അല്ലാണ്ട് പുള്ളിയൊക്കെ ഇതായിട്ട് നടക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാണ് ഇപ്പൊ വാദിക്കണം. അപ്പം ഞാനിനി ഈ ഓൺലൈൻകാരെ എന്നെ ഒറ്റപ്പെടുത്താലും വേണ്ടില്ല. ഞാനത് പല ആളുകളെ വിളിച്ച പല പ്രൊഡ്യൂസർമാരും, ഞാൻ പ്രൊഡ്യൂസറിന്റെ കൂടെ ഇരുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന റേറ്റ് ഇതാണ് റേറ്റ്, ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കാത്ത ആളുകളുണ്ട്. പബ്ലിസിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാശ് വാങ്ങില്ലുണ്ട് ഒറ്റ ഇന്റർവ്യൂകളും കോളേജ് അവരൊന്നും കാശ്, കാരണം നമ്മൾ കാശ് ഉണ്ടാക്കേണ്ടത് അവിടെ നിന്നല്ല, നമ്മൾ പടം ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുക. പക്ഷെ ഇവര് കാശ് ഉണ്ടാക്കേണ്ടത് ഇന്നാണ്. അല്ല, ഉദ്ഘാടനത്തിന് പൈസ ഉണ്ടാക്കണ ആകെ മാള കേട്ടോ. ഞാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നോണ്ടായിരിക്കും. അല്ല, ഉദ്ഘാടനത്തിനാരും പറഞ്ഞോണ്ട് അങ്ങനെ അവർക്ക് നമ്മളെ പോലെ എപ്പോഴും കണ്ടിന്യൂസ് പടം ചെയ്യാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് വരൂല്ല കണ്ടിന്യൂസ്ലി. ഈ തുല്യവേതനം വേണമെന്ന് പറഞ്ഞാൽ തുല്യവേതനത്തിന്റെ കാര്യം പറയുന്നത് യോജിക്കുന്നുണ്ടോ? ഇല്ല, അത് ഓരോരുത്തരും മാർക്കറ്റിനനുസരിച്ചുള്ള വേതനം ഉണ്ടാവുള്ളൂ. അതെല്ലാം ഉണ്ടാവും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവുമ്പോ അവരെ ശമ്പളം തന്നെ മന്ത്രിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നടക്കില്ല. മാളവിക അതിനകത്ത് യോജിപ്പുണ്ട്. ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ വനിത എന്ന നിലയിൽ തുല്യവേതനത്തിന്റെ കാര്യത്തിൽ ഒരു വനിത എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീ എന്ന നിലയിൽ വ്യക്തികൾക്ക് അനുസരിച്ചല്ലോ.
തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും നമുക്ക് പണിക്ക് വരാത്ത ശമ്പളം തീർച്ചയായിട്ടും അവിടെ നിർത്തിയെന്നാ ബ്രേക്ക് ചെയ്തെന്നാണ് ചോദ്യം മനസ്സിലായില്ല അതാ. മനസ്സിലായില്ല. അല്ല, ഞാൻ കുറച്ച് ഓഫ് പോയി. ഇവര് സംസാരം കേട്ട് ഞാൻ അതിലേക്ക് തുല്യ വേതന സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ വേതനം അങ്ങനെയല്ല ഒരു വേതനം നിർണ്ണയിക്കുന്നത്. അത് മാർക്കറ്റിനനുസരിച്ചും എല്ലാ ഫീൽഡിലും അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എല്ലാ മേഖലയിലും ഇല്ല. അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ഒരു മേഖലയിലും ഇല്ലെന്ന്. ഒരു മേഖലയിലും ഇല്ല. ജെൻഡർ ബേസ്ഡ് അല്ലെന്നേ അത്. ഒരിക്കലും അല്ല. ജെൻഡർ ഞാൻ പറഞ്ഞ ലൊക്കേഷനില് പാത്രം കഴുകുന്ന അപ്പൂപ്പന് എത്ര വയസ്സൊന്നും അറിയോ? അവര് ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് എനിക്ക് മിക്കപ്പോഴും അത് വർക്കിനനുസരിച്ചല്ല, അവരുടെ മാർക്കറ്റിനനുസരിച്ച്. സിനിമയിൽ ബിസിനസ് അതെ, ഏതൊരു ഫീൽഡ് ആയാലും. ആ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം മാളവിക യോജിക്കുന്നില്ലേ? ഞാനിപ്പോ ഒന്നിനും യോജിക്കുന്നില്ല. ഞാൻ എന്റെ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞു. മാളവിക്ക് ഒരു അഭിപ്രായം ഇല്ല മാളവിക. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താണ് കൃത്യമായിട്ട് പറയാ? ഓരോരുത്തരുടെ വർക്ക് അനുസരിച്ചായിരിക്കും അത് ലഭിക്കുന്നുണ്ടാവുക. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ആയിരിക്കില്ലേ ഇപ്പൊ വേറെ ഒരാൾക്ക് കിട്ടുന്നുണ്ടാവുക. ഉണ്ട്. ഇപ്പൊ ആലിയ ഭട്ടിന്റെ അതേ പേയ്മെന്റ് ആലിയ ഭട്ടൊന്നും പോണ്ട. ഇവിടെ വാങ്ങുന്ന നമ്മുടെ റീമയാണെങ്കിലും അല്ലെങ്കിൽ പാർവതിയാണ്, അവര് ശമ്പളം കിട്ടാതെ ആണുങ്ങൾ എത്ര പേരുണ്ട് നായകന്മാരെ. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അവരോടൊപ്പം തന്നെ അഭിനയിക്കുമ്പോൾ ആ പൈസ കിട്ടാത്തവരുണ്ട്. അപ്പൊ അവര് ഈ തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും മാർക്കറ്റിനും ബിസിനസ്സിനനുസരിച്ചേ കിട്ടുള്ളൂ. അത് എല്ലാ സ്കൂളിലും അധികം സ്ത്രീകളാണ് പ്രിൻസിപ്പാളാവുക അല്ലേ? അതിന്റെ താഴെ മാഷുമാരും ആണുങ്ങൾ വർക്ക് ചെയ്യുന്നില്ലേ? അവർക്ക് അതിന്റെ എത്ര ശമ്പളം കിട്ടും? കിട്ടില്ല. ചിലപ്പോൾ സീനിയോറിറ്റി വെച്ചിട്ട് മാത്രം അവിടെ ശമ്പളം ചിലപ്പോൾ കൂടിയായിരിക്കാം. എന്നാൽ കൂടി അതങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ചിലപ്പോൾ അച്ഛനേക്കാളും കൂടുതൽ ശമ്പളം അമ്മയ്ക്കല്ല കിട്ടുക ഒരു വീട്ടിൽ തന്നെ ഇല്ലേ? അവിടെ അങ്ങനെയല്ലായിരുന്നോ ഡാഡി? അമ്മയ്ക്ക് ടീച്ചർ എല്ലാ മാസവും കറക്റ്റ് ശമ്പളം കിട്ടും. ബിസിനസ് ചെയ്യേണ്ട ഡാഡിക്ക് എല്ലാ മാസവും അങ്ങനെ കിട്ടണമെന്നില്ല. ഇല്ല. അനുഭവങ്ങളാണ് എല്ലാം. വ്യക്തികളും അവര് അനുഭവങ്ങൾ വെച്ച് പഠനത്തിലൂടെ പറയുന്ന ഒരാളാണ് ഷൈൻ. പഠിച്ചിട്ടൊന്നല്ല പറയണത്. മാളവ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഉദ്ഘാടനമൊക്കെ എങ്ങനെയുണ്ട്? ഉദ്ഘാടന പരിപാടികൾ കുറച്ചും കൂടി കുറയാം. കുഴപ്പമില്ല, അത് പ്രൊമോഷൻ എല്ലാ പെൺകുട്ടികളോട് തന്നെ പറയണെന്നുള്ളൂ. പക്ഷേ എല്ലാ പെൺകുട്ടികളും ഓരോ രീതിയിൽ ഭംഗിയുള്ളവരാ. അതെ, സെയിം ഡയലോഗ് മാറ്റി പിടിക്കണ്ടേ? മാറ്റി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കേണ്ടെന്നാണ്. മാളവിയോടെങ്കിലും മാറ്റി പിടിച്ച ഡയലോഗ് പറയാം. മാളവി ഇപ്പൊ എങ്ങനെയുണ്ട്? ഉദ്ഘാടന വേദിയിലാണ് കൂടുതൽ ഇപ്പൊ മാളവിയെ കാണുന്നത്. നിങ്ങളപ്പോ എല്ലാ ഉദ്ഘാടന വേദിയും കാണാറുണ്ടല്ലേ? എല്ലാ വീഡിയോയും കാണാറുണ്ട് നിങ്ങളുടെ. താങ്ക് യു. അല്ല, സീരിയസ് ആയിട്ടാണ് ഉദ്ഘാടന എല്ലാ വീഡിയോയും കാണാറുണ്ട്. ഒരാൾക്ക് പറയാൻ അവസരം കൊടുക്കുക ഷൈനെ. പക്ഷെ രാവിലത്തേക്കാളും നല്ലത് ഇപ്പൊ ഈ മേക്കപ്പാ. മേക്കപ്പ് ചെയ്യുന്ന തന്നെ, ഡ്രസ് മാത്രം അറിയിട്ടുള്ളൂ. അല്ലല്ല, മേക്കപ്പിൽ എത്തുന്നുണ്ട് കുറച്ച്. അല്ല മാളവിക, ഇതിലേക്കൊന്ന് വരുമോ? ഇപ്പൊ ഉദ്ഘാടന വേദികളാണ് കൂടുതൽ ഉള്ളത്. സിനിമകൾ എങ്ങനെയാണ് ഇപ്പൊ? സിനിമകൾ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞില്ല പോലെ എന്താ പുള്ളിനെ പറഞ്ഞ സിനിമ രജിസ്റ്റർ ചെയ്യില്ല, അളവ് കുറഞ്ഞു എല്ലാവർക്കും. ഞാൻ ഇപ്പൊ എല്ലാ മാസം ഞാൻ ഒരു മൂവി ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ആ ബാക്കിയുള്ള നേരം എനിക്ക് ചിലപ്പോ വെറുതെ വീട്ടിലിരിക്കുക, വെറുതെ ഇടയ്ക്ക് വീട്ടിലിരിക്കും. ഡെഫിനറ്റ്ലി ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്. പോവലുണ്ട്. നീ പറഞ്ഞു തുടങ്ങിയിട്ടല്ലോ. എന്ത് ചെയ്യാനാ? ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടാവും, അതുപോലെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. അതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. അത് എന്നെ വിളിക്കുന്നത് അത് എന്താ പറയാ, അതൊരു ഐശ്വര്യമായ തുടങ്ങാനായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫേസ് അതിൽ ഒരു ഇപ്പൊ നമ്മളെല്ലാവരും സെലിബ്രിറ്റി എന്നുള്ള ഒരു ഫേസിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. അതൊരു സന്തോഷം. അത് ഡെഫിനറ്റ്ലി എൻ്റെ ഫാമിലിക്ക് ഞാനത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊരു ഭാഗമാണ്. ഇപ്പം ഉദ്ഘാടനത്തിൽ നിങ്ങൾ 3 പേരാണ് ആക്ടേഴ്സ്, 3 പേരാണ് മത്സരത്തിലുള്ളത്. അയ്യോ, ഇവിടെ മത്സരമൊന്നുമില്ല. ഹണിറോസ് ഉണ്ട്, പിന്നെ മാളവിക, പിന്നെ അന്നയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എത്രയോ ചെയ്യുന്നുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഇവരാണ്. ചേട്ടൻ ഇവരെ 3 പേരുടെ വീഡിയോസ് പെൺകുട്ടികളുടെ വീഡിയോസ് മാത്രമല്ലേ കാണുള്ളൂ. അതായിരിക്കും. കണ്ടാ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? തുടങ്ങ നിർത്ത. അല്ല, ഞാൻ ഇപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞതിൽ അങ്ങനെയാണ്. ഞാൻ കൂടുതൽ നിങ്ങളെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും ഉദ്ഘാടനത്തിനും പോകുന്നതും. അയ്യോ, അങ്ങനെയില്ല. അതെനിക്ക് തോന്നുന്നില്ല എന്നെയാണെന്നുള്ളത്. എത്രയോ വർക്കുകൾ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ എന്നെ മാത്രമൊന്നും അല്ല അങ്ങനെ വിളിക്കുന്നവരുണ്ടാവും. എന്നെ വിളിക്കുന്നതിൽ വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കിട്ടാണ്ടായപ്പോ ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്നല്ല. അതിപ്പോ ഒരു സന്തോഷം. നമ്മളെ അങ്ങനെ ഓർത്ത് വിളിക്കുന്നുണ്ടല്ലോ. ഇല്ല,
അതവിടെ അതിന്റെ ഇനാഗ്രേഷൻ അത് കുറുക്കൻ ചെയ്യുന്നതിന്റെ സമയത്ത് പോയി ചെയ്തു. അത് സുഹൃത്തുക്കളുടെ ഒരു സംഭവത്തിന് പോയത് അല്ലേ? സ്നേഹം പകരാൻ സ്വീറ്റ് അല്ലെ. ഈ സിനിമ കിട്ടാതെ വരുമ്പോൾ ഒരു സങ്കടം തോന്നാറില്ല? സിനിമയിലേക്ക് വേണ്ടത്ര സ്പേസ് മാളവിക്ക് കിട്ടുന്നില്ല. ഇത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ചേട്ടൻ ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാറുണ്ട്? അങ്ങനെ ചിന്തിക്കാറുണ്ട് മാളവി? അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ? അങ്ങനെ പക്ഷെ നമ്മള് നിൽക്കുമ്പോ ചെയ്യാന്നുള്ളൊരു അതെ വർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ, അല്ലാതെ വെറുതെ മോങ്ങാഞ്ചു പോണേല് എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടികൾക്ക് അങ്ങനെ കിട്ടില്ല വർക്ക് കണ്ടിന്യൂസ്ലി, അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത്രയും ഓടി നടന്നല്ലേ? ഓടി നടന്ന് ചെയ്യല്ല, ചെയ്യുന്ന വർക്ക്സ് നന്നായിട്ട് ചെയ്യുക. എന്നാലും തിരക്കുണ്ടെന്ന് വെച്ചാൽ ഞാൻ തിരക്ക് വേണ്ടെന്ന് പറയുന്ന ഒരാളല്ല. ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരാളുടെ എയിം. നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മള് ഫുൾ പെൺകുട്ടികളായിരിക്കും. എനിക്കതല്ലാതെ വേറൊരു എനർജി ഇല്ല ആക്ച്വലി. ഷൈന എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. പുള്ളി മാറ്റണ്ട, എനിക്കതൊരു നാണമില്ലെന്ന് മനസ്സിലാക്കും. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമുക്ക് സിനിമ സൂപ്പർ ഹിറ്റ് ആളുകളിലേക്ക് ഈ സിനിമ എത്തട്ടെ, നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ. നമ്മളാൽ കഴിയുന്ന നിങ്ങൾ ഒരു സിനിമ വിജയിപ്പിച്ചു കാണിക്കും. നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സിനിമയ്ക്ക് ഉണ്ടാവും. കഴിയും, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഒരു തെറ്റായ വാർത്തയും മോശം വാർത്തയും ഇത്ര എത്തിക്കാൻ പറ്റുമെങ്കിൽ ഒരു നല്ലതിനെ എത്തിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടാവണമെന്നല്ല, നിങ്ങളായിരിക്കണം മുന്നില്. ഞാൻ എന്റെ മുന്നിലുണ്ടാവും. ഇന്ന് തൊട്ട് എന്റെ യാത്രയിലാണ്. ബാക്കിയുള്ള കാര്യത്തിൽ മുന്നിൽ നിൽക്കാൻ എനിക്കറിയാം. ഞാൻ ഇന്ന് തൊട്ട് അതിന്റെ യാത്രയിലാണ്. ഷൈന ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാനുണ്ടോ? ഒരു കാര്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാണ്. സിനിമാ മേഖലയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചോദിച്ചാൽ സിനിമാ മേഖലയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഇപ്പം താരസംഘടന അമ്മ മൊത്തത്തിൽ പിരിച്ചു വിടുന്നു. അമ്മ താരസംഘടനയിലുള്ളവർക്കെതിരെ ആരോപണം വരുന്നു. ചില സ്ത്രീകൾ വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ചില സ്ത്രീകൾ അതിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ അത് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനത്തെ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ എന്താണ് ഷൈന് പറയാനുള്ളത്? എനിക്ക് എന്താ, ഇതിപ്പോ ഏറ്റു പറയുന്നവരും അത് പ്രിന്റ് അടിച്ച് വിടുന്നവർക്കും നാണല്ലെങ്കിൽ എന്താ ചെയ്യാ? മനസ്സിലായ? നാട്ടില് എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് അറിയോ? വേറെ പ്രൊഡക്റ്റീവായിട്ട് മുന്നേറുന്നതിന്റെ ഇടയിൽ ഈ ഷെട്ടി കഥ പറഞ്ഞോണ്ടിരിക്കുന്നു. ഷെഡി കഥ തന്നെ പറയും നമ്മളിങ്ങനെ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആരെങ്കിലും പറയുമോ? നമ്മുടെ ഒരു വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചുങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കില്ലേ? ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോ ആ ഒരു മിനിമം ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ? ഒരു സമൂഹം പുറത്തു പോകുമ്പോ ഇന്നലെ എന്നോട് അബുദാബിന്ന് ഒരു നാഷണൽ മീഡിയ ചോദിക്കുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പോഴാണോ സംസാരിക്കുക? നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ വരുന്നത്, മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്, ഞാൻ ഹേമ കമ്മിറ്റിനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും തിരിച്ച്. നിങ്ങളുടെ അവിടേക്ക്, നിങ്ങളുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പൊ നമ്മളൊരു നാട്ടില് തുറന്ന് സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മിനിമം ബോധം മാധ്യമങ്ങൾക്ക് വേണ്ടേ? വെള്ളോന്റെ ഷെഡി ഇറക്കിയിട്ട് പിഴിഞ്ഞ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് എന്തോ ഗുണം? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാവും. ഗുണങ്ങളുണ്ടാവും. അവർക്ക് കാശ് ഉണ്ടാകും കുറച്ച് കൂടുതൽ. നിങ്ങൾക്ക് പോവാണ് കാശ് കുറച്ച് കൂടുതൽ കിട്ടും നിങ്ങൾക്ക് അല്ലേ? TRP ഒക്കെ കൂടിന്ന് കിട്ടല്ലോ. അല്ല, അതിനുള്ള മത്സരം നടക്കുന്നുണ്ട് ഇവിടെ. അമ്മയ്ക്ക് ഭ്രാന്താന്ന് സ്വയം തന്നെ വിളിച്ചു പറയാറില്ല മക്കള് TRP കൂട്ടാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ? പുള്ളി എന്റെ ദൈവമൊന്നുമല്ല. ആണോ? ബാക്കിയുള്ളടത്തേക്ക് പുള്ളിക്കാരൻ വിട്ട് തിരിച്ചു വരുമെന്നുള്ളതാണ് ഹേമയാ എല്ലാം നിങ്ങളുടെ കാര്യം പറഞ്ഞു. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റു മേഖലയിൽ റിപ്പോർട്ട് കണ്ടിട്ടില്ല ആക്ച്വലി. ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്നോട് ചോദിക്കണം എന്താ, ഇത് ഏൽപ്പിച്ചവരോടും ഈ റിപ്പോർട്ട് കണ്ടവരോടും ചോദിക്കാൻ നിങ്ങൾ മിനിമം ബോധം അതെങ്കിലും വേണ്ടേ ഈ ചോദിക്കണവർക്ക്? കമ്മിറ്റി അറിയുന്നവരാരാണ്, ഇത് നിയോഗിച്ചത് ആരാണ്, ഈ റിപ്പോർട്ട് കണ്ടത് ആരാണ്, സമർപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടവരാരാണ്, അവരോടൊക്കെ ചോദിക്കും. പാടത്ത് കളിക്കാൻ പോണ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട് കാര്യം. എനിക്കിത് അറിയേണ്ട ഒരു കാര്യമില്ല. ഇത് പരീക്ഷയ്ക്ക് ഒരു ചരണമുള്ളതാണോ? അല്ല. ഒന്നാമത് ഇത് ഇവിടെ ഇങ്ങനെ ഏൽപ്പിച്ചത് തന്നെ തെറ്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഭാഗത്തിലേക്കും ഏൽപ്പിക്കണം, എല്ലാ മേഖലയിലേക്കും. അതാണ് പോയിന്റ്. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് നോക്കിയിട്ട് വേണം ഒരു വിഭാഗത്തിന് കുറ്റം പറയാൻ. അല്ലെങ്കിൽ പിന്നെ ഇതിനെന്താ പറയാന്ന് അറിയോ? മലയാളത്തിൽ, തനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ആണല്ലേ
അല്ല സൂപ്പർ മറുപടിയാണ്. എല്ലാ മേഖലയിലും ഇങ്ങനെ കമ്മിറ്റി വെക്കുന്നതാണെന്നല്ല, ഒരു മേഖലയെ മാത്രം അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. പറയാനാണെങ്കിൽ കുറെ കഥകൾ എല്ലാ മേഖലകളെ പറ്റി പറയാൻ, പക്ഷെ നമ്മൾ പറയില്ല. എന്താണ് പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് മിനിമം ബോധമുണ്ട്. കിളി പോയതാണെങ്കിലും മനസ്സിലായ, ഈ കിളി പോകത്താരെ കൊണ്ട് നാട്ടിൽ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കും. അല്ല കൃത്യമായ മറുപടിയാണ് കേട്ടോ. എല്ലാ മേഖലയിലും വേണ്ട ഒരു സംഭവമാണ്. എല്ലാ മേഖലയിലും സിനിമാ മേഖലയാകുമ്പോൾ വാർത്തകൾ ചർച്ച ചർച്ച ചെയ്യപ്പെടുന്നു. ചർച്ച ചെയ്യേണ്ട നമ്മൾ കുട്ടികളായിട്ട് ടി വി കാണാതിരിക്കുമ്പോൾ പറയുന്ന ഓരോ പെൺകുട്ടികളും എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ടി വി ഓഫ് ചെയ്ത് പോകാവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. TRP കൂട്ടാൻ തന്നെയാണ് വെയിൻ ആ ചാനലുകൾ ഉൾപ്പെടെ അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വയനാട്ടില് മണ്ണിന്റെ ഇടയിൽ നിന്ന് കൈ പിടിച്ച് വലിച്ചെടുക്കുന്നതിന്റെ ഇടയിൽ കൈ വിട്ടിട്ട് ഇതിന്റെ പിന്നാലെ പോകും. പിന്നെ അത് വിട്ടിട്ട് പൂരത്തിലേക്കായി. ഞാൻ വിചാരിച്ചു പൂരം അടുത്തെങ്ങാനും കഴിഞ്ഞാണ് ഇന്നലെ ചർച്ച കേട്ടപ്പോ. ഒരു നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് എങ്ങനെ അലമ്പാക്കാന്നുള്ളതല്ലേ ഈ വാർത്തകളുടെയൊക്കെ ലക്ഷ്യം അല്ലേ? ഈ മാധ്യമം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ നയിക്കേണ്ടതും നല്ലതായിട്ട് മുന്നേറാൻ സഹായിക്കേണ്ടതുമാണ്. അല്ലാതെ ഈ ഭൂഷണി കഥകൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാനാണ്. ഒരു നാട്ടിൽ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആരും മറ്റവനെ വെട്ടി, അങ്ങനെയാണ് എഴുതുക. ഈ വ്യക്തി ആ വ്യക്തിനെ കൊന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി തമ്മിൽ ആ വ്യക്തിയെ തല്ലുണ്ടായിന്നല്ല പറയണത്. എന്തുകൊണ്ട് ഈ പാർട്ടിക്കാരെ ആ പാർട്ടിക്കാരെ കൊന്നു എന്ന് പറയണത്? പാർട്ടിക്കാരുടെ ഇടയിൽ അടി ഉണ്ടാക്കാൻ അല്ലേ? ഇതൊക്കെ ചിന്തിക്കപ്പെടെങ്കിലും ചോറെങ്കിലും തിന്നണ്. ഇപ്പൊ പുതിയ പിള്ളേരെ മുന്നിൽ നീ പോലെ അലമ്പറക്കല്ലേ? എല്ലാ പിന്നെ എന്താ പറയാ, നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക. തീർച്ചയായിട്ടും സിനിമാക്കാരും പത്രക്കാരാണെങ്കിലും സിനിമാക്കാരും ടി വിക്കാരാണെങ്കിലും എന്താണെങ്കിലും തമ്മിലടുപ്പിച്ച് ചോര കുടിക്കലും നിർത്തിക്കൂടെ? എല്ലാവർക്കും ആവശ്യത്തിന് ചോര അവരുടെ ശരീരത്തിലില്ലേ? തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുക. ഇതിനാണ് ഷൈൻ പറയുന്ന ഒരു കാര്യം. ഞാൻ പറയണതല്ല, പൊതുവെ ഉള്ള കിളി പോയ അവസ്ഥ പറയണതാ. കിളി പോയവർക്കാണ് മനസ്സിലാവും, കിളി പോകാത്തവർക്ക് മനസ്സിലാവൂല. എല്ലാ പിന്നെന്താ പറയാ, ചിലപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. അവരുടെ അടുത്ത് പോയി പറയാനല്ലേ. ഓക്കെ ബൈ. ഓക്കെ, അപ്പം സിനിമ ഒക്ടോബർ 4-ാം തീയതി തിയേറ്ററിലേക്ക് എത്തും. 4-ാം തീയതി 13-ാം രാത്രി എത്തിയാണ്. ചോദിക്കാതെ ലാസ്റ്റ് മറ്റേ വെടിക്കെട്ട് പോലെ ആ സിനിമ പൊട്ടിക്കല്. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ സിനിമ പുള്ളിക്ക് ആവശ്യമുള്ള കിട്ടി. ഞാൻ ഒരിക്കലും പറയുന്നു പുള്ളിക്ക് ആവശ്യമുള്ള കിട്ടി. മനസ്സിലായപ്പോ പ്രഷർ എടുത്തുണ്ടാവും. പുള്ളി എടുത്ത് തമ്പനയിൽ ഇടണം നോക്കട്ടതാണ്. പ്രഷർ എടുത്തുണ്ടാവും. 13-ാം രാത്രി ഒരു ത്രില്ലർ സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക. ഒരു പുതിയ സംവിധായകൻ്റെയും പുതിയ നിർമ്മാതാവിൻ്റെയും ആദ്യ സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒന്ന് കണ്ടു നോക്കി. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോടൊക്കെ പറയാം. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് കാണട്ടെ. പിന്നെ കുറ്റം വിജയിക്കട്ടെ പറയേണ്ട ആൾക്കാർ അതിനായിട്ടാണെങ്കിലും കാണണേ ഒന്ന് മുഴുവൻ. അതിനെങ്കിലും ഒന്ന് കണ്ടിട്ട് കുറ്റം പറയട്ടെ അല്ലേ മാളവ? കണ്ടിട്ട് കുറ്റം പറയട്ടെ, കുറ്റം ഉണ്ടെങ്കിൽ അല്ലേ? കോക്കാണെങ്കിലും കണ്ടിട്ട് കുറ്റം പറയട്ടെ. കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം ഉണ്ടാവും എന്തായാലും. എന്തിനും കുറ്റം ഉണ്ടാവില്ല. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടല്ലോ. അപ്പൊ കുറ്റങ്ങളും ഉണ്ടാകും, കുറവുകളും ഉണ്ടാകും. അപ്പൊ സിനിമ ഒരു പ്രൊഡക്റ്റ് പ്രേക്ഷർ റൂമിലേക്ക് വെക്കുകയാണ്. അത് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുക. പറയാനെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആളോട് പറയുക, അടുത്ത ആളെ തിയേറ്ററിൽ എത്തിക്കുക. ഒത്തിരി സന്തോഷം. താങ്ക് യു. നല്ല നമസ്കാരം. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.